നമസ്കാരം സുഹൃത്തുക്കളെ. ഭയപ്പെടുത്തുന്നതും അത്രത്തോളം തന്നെ നിഗൂഢവുമായ മപ്പോറുമൊക്കോ യാത്രയുടെ ആഴത്തിലുള്ളൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാതൊരുവിധ മുന്നൊരുക്കങ്ങൾക്കും വഴങ്ങാത്ത പ്രകൃതിയുടെ വളരെ വന്യമായൊരു മുഖമാണ് നാം ഇന്ന് ഒരുമിച്ച് പരിശോധിക്കാൻ പോകുന്നത്. യാത്രാസംഘം അവിടെ നേരിട്ട ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം. അപ്പോ എന്താണ് ഈ ചെകുത്താൻ മലനിരകൾ ഒളിച്ചുവെച്ചിരിക്കുന്ന ആ വലിയ രഹസ്യം? ഈ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യമെന്താണെന്ന് വെച്ചാൽ, എന്നേക്കുമായി നഷ്ടപ്പെട്ടുപോയെന്ന് കരുതുന്ന ഭിംമാക് അഥവാ നിഗൂരു ജനതയുടെ അവശേഷിപ്പുകൾ കണ്ടെത്തുക എന്നതാണ്. ഈയൊരു ചോദ്യത്തിന് ഉത്തരം തേടിയാണ് എമാനുവേലും സംഘവും സുമിയൻ വനാതിർത്തിയിൽ എത്തിനിൽക്കുന്നത് തന്നെ. ശരിക്കും എന്താകും ആ കാടിനുള്ളിൽ അവർക്കായി ഒഴിഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, അവിടെ അവർ നേരിട്ട കടക്കാനാവാത്ത വലിയൊരു തടസ്സമാണ്. സുമിയൻ വനാതിർത്തിയിലെത്തുമ്പോൾ തന്നെ ഈ യാത്രാസംഘം നേരിടുന്ന ഏറ്റവും വലിയ ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളിയും അതുതന്നെയായിരുന്നു. യാത്രയുടെ കാഠിന്യം എത്രത്തോളമുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഗ്രാമത്തിൽ നിന്നും നടന്നു തുടങ്ങി കാടും മേടും താണ്ടി 5-ാം ദിവസമാണ് അവർ വനാതിർത്തിയിൽ തന്നെ എത്തുന്നത്. എമാനുവൽ നേരത്തെ തന്നെ അവിടത്തെ ഗ്രാമവാസികളുമായി ഉണ്ടാക്കിയെടുത്ത സൗഹൃദം കാരണം അവർക്ക് വഴി കാണിക്കാൻ ആളുകളെ കിട്ടിയിരുന്നു. പക്ഷേ 8-ാം ദിവസമായപ്പോഴേക്കും ഒരു ചുവടുപോലും മുന്നോട്ട് വയ്ക്കാനാവാതെ അവർ ബേസ് ക്യാമ്പിൽ കുടുങ്ങിപ്പോവുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കാട്ടിലേക്ക് പോയ മനുഷ്യരെല്ലാം അപ്രത്യക്ഷമാകാൻ കാരണം നമ്മൾ സിനിമയിലൊക്കെ കാണുന്നതുപോലെ നരഭോജികളോ വന്യമൃഗങ്ങളോ ആകണമെന്നില്ല. ചെങ്കുത്തായ ഈ മലനിരകളും കനത്ത മഴയും പിന്നെ വർഷങ്ങളായി കൊഴിഞ്ഞുവീണ ഇലകൾ മൂടിയ ആഴത്തിലുള്ള ചതുപ്പുകളും തന്നെയാണ് യഥാർത്ഥ വില്ലന്മാർ. ഒരൊറ്റ ചെറിയ പിഴവു മതി, മരണമുറപ്പാണ്. ഇനി നമുക്ക് അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അവർ നേരിട്ട മാനസികമായ വെല്ലുവിളികളിലേക്ക് കടക്കാം. ഈ കനത്ത മഴയിലും മുന്നോട്ടു പോകാൻ കഴിയാഞ്ഞിട്ടും എമാനുവൽ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ആ സമയത്ത് കാടിന്റെ അന്തരീക്ഷം വളരെ ഭയാനകമായി മാറുകയായിരുന്നു. ആ സംഘത്തിലെ വളരെ പരിചയസമ്പന്നയായ പ്രൊഫസർ കാതരീൻ പറഞ്ഞ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 3 ദിവസത്തിലേറെയായി ഒരു പക്ഷിയുടെ ശബ്ദം പോലും കാട്ടിൽ നിന്ന് കേട്ടിട്ടില്ല എന്ന്. ഈ വിശാലമായ കാട്ടിൽ ജീവന്റെ ഒരു തുടിപ്പും കേൾക്കാനില്ല എന്നത് അവരിൽ വലിയൊരു ഭയമാണുണ്ടാക്കിയത്. ഇതിനെയാണ് ശാസ്ത്രീയമായി പാരിസ്ഥിതിക നിശബ്ദത അഥവാ ഇക്കോളജിക്കൽ സൈലൻസ് എന്ന് വിളിക്കുന്നത്. അതായത്, ഒരു ചെറിയ ആവാസവ്യവസ്ഥയിലെ ജീവികൾ ഇങ്ങനെ പൂർണ്ണമായും നിശബ്ദരാകണമെങ്കിൽ തീർച്ചയായും അവിടെ അത്യന്തം അപകടകാരികളായ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ, വരാനിരിക്കുന്ന വലിയൊരു അപകടത്തിന്റെ മുന്നറിയിപ്പായിരുന്നു ആ നിശബ്ദത. എന്നാൽ ഉച്ചയ്ക്ക് 3 മണിയോടെ കാര്യങ്ങളാകെ മാറിമറിയുന്നു. എല്ലാവരും വലിയൊരു ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് ആ വെള്ളച്ചാട്ടത്തിനു പിന്നിലെ രഹസ്യം ചുരുളഴിയുന്നത്. പെട്ടെന്ന് എമാനുവലിന്റെ സഹായി റോബിൻ കിതച്ചുകൊണ്ട് തമ്പിനകത്തേക്ക് ഓടിവരികയാണ്. പിന്നാലെ നാട്ടുകാരുടെ അലറിക്കരച്ചിലും കേൾക്കാം. മപുറോമൊക്കോ, അപകടം എന്നൊക്കെ അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടയുടനെ എമാനുവൽ ഒറ്റയോട്ടം വെച്ചു. സംഘത്തിലുള്ള ബാക്കി എല്ലാവരും അദ്ദേഹത്തിനു പിന്നാലെ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പാഞ്ഞു. അവർ അവിടെ ചെന്ന് കണ്ട കാഴ്ച ശരിക്കും അവിശ്വസനീയമായിരുന്നു. ആർക്കും കണ്ടെത്താൻ കഴിയാത്ത വിധം വെള്ളച്ചാട്ടത്തിന് നടുവിലായി മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യപാത. ജലം കൊണ്ട് കാഴ്ച മറയ്ക്കുന്ന അതിവിദഗ്ധമായൊരു വാസ്തുവിദ്യയിലായിരുന്നു അത് നിർമ്മിച്ചിരുന്നത്. ഇത്രയും കാലം ആരും കാണാതെ കിടന്നൊരു കവാടം. പക്ഷേ ആ രഹസ്യപാത കണ്ടെത്തിയതിന്റെ സന്തോഷം അധിക നേരം നീണ്ടുനിന്നില്ല കേട്ടോ. ആ ഗുഹാകവാടത്തിൽ കൊത്തിവെച്ചിരുന്ന ഭീകരമായ ചിഹ്നങ്ങൾ കണ്ടതും വഴികാട്ടികളായ നാട്ടുകാർ ഭയം കൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. മറ്റൊരു പാമ്പിനെ വിഴുങ്ങുന്ന പാമ്പ്, വികൃതമായ 2 മുഖമുള്ള മനുഷ്യൻ, പിന്നെ മനുഷ്യനെ തിന്നുന്ന വലിയൊരു തല. ഇതൊക്കെ ആയിരുന്നു ആ കൊത്തുപണികൾ. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നോ, ഈ ഒരൊറ്റ കണ്ടെത്തലിനെ 2 കൂട്ടർ എത്ര വ്യത്യസ്തമായാണ് കാണുന്നതെന്നത്. നാട്ടുകാരെ സംബന്ധിച്ച് അവിടെ പ്രവേശിച്ചാൽ മരണമുറപ്പാണ്. എന്നാൽ എമാനുവേലിനും സംഘത്തിനും ആ കൊടുങ്കാട്ടിൽ പണ്ടു മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്. തികച്ചും വിപരീതമായ 2 കാഴ്ചപ്പാടുകൾ. എമാനുവേൽ വളരെ പണിപ്പെട്ട് ആ നാട്ടുകാരെ സമാധാനപ്പെടുത്തി. പുറത്തുനിന്നുള്ളവരെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രം കൊത്തിവെച്ചതാണ് ഈ അടയാളങ്ങളെന്ന് അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തി. അങ്ങനെ അവർ ആഘാതതയിലേക്ക് ഇരുണ്ട ഗുഹയിലൂടെയുള്ള യാത്ര തുടങ്ങുകയാണ്. ഗുഹയുടെ ഉള്ളിലേക്ക് പോകുംതോറും ഇരുട്ട് കനത്തുവന്നു. പെട്ടെന്ന് ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവർ കണ്ട കാഴ്ച എല്ലാവരെയും ശരിക്കുമൊന്ന് ഞെട്ടിച്ചു. ഏകദേശം 20 അടിയോളം വലിപ്പമുള്ള, വായ് പിളർന്നു നിൽക്കുന്ന അതിഭീകരമായൊരു അനാക്കൊണ്ട.
എല്ലാവരുടെയും ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. അതൊരു വലിയ ശില്പമാണെന്ന് തിരിച്ചറിയാൻ തന്നെ അവർക്ക് കുറച്ചു സമയമെടുത്തു. ആ ഭയപ്പെടുത്തുന്ന നിമിഷത്തിനു ശേഷം എമാനുവൽ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താടോ തനിക്കും പേടി വന്നോ, മനുഷ്യരല്ലേ നമ്മൾ എന്ന്. അത്രയും ടെൻഷൻ നിറഞ്ഞ സമയത്ത് ഈ ഒരു ചെറിയ തമാശ അവർക്ക് കൊടുത്ത ആശ്വാസം ചെറുതായിരുന്നില്ല. നമ്മൾ എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും ഇത്തരം സാഹചര്യങ്ങളിൽ ഭയം തോന്നുക സ്വാഭാവികമാണല്ലോ. ഈ യാത്രയുടെ ബുദ്ധിമുട്ടുകൾ ഒന്നാലോചിച്ചു നോക്കൂ. അതൊരു സാധാരണ ഗുഹയായിരുന്നില്ല. ചിലയിടത്ത് സുഖമായി നടക്കാം, പക്ഷേ മറ്റു ചിലയിടത്ത് രണ്ടുപേർക്ക് കഷ്ടിച്ചു മാത്രം കടന്നുപോകാൻ കഴിയുന്ന ഇടുങ്ങിയ വഴികൾ, പിന്നെ ചില ഭാഗങ്ങളിൽ നന്നായി കുനിഞ്ഞും പോകേണ്ടി വന്നു. ഓരോ ചുവടിലും അജ്ഞാതമായ ഏതോ ഒരു പ്രാചീന സംസ്കാരത്തിന്റെ ബാക്കിപത്രങ്ങൾ അവർ കണ്ടുകൊണ്ടിരുന്നു. ആ കൊടും ഇരുട്ടിലൂടെ, ശ്വാസം മുട്ടിക്കുന്ന ആ കൽപ്പാതകളിലൂടെ അവർ യാത്ര ചെയ്തത് എത്ര സമയമാണെന്നോ? കൃത്യം 4 മണിക്കൂർ. അത്രയും സമയമെടുത്താണ് അവരാ ഗുഹയുടെ ഒരറ്റത്തുനിന്നും മറ്റേ അറ്റത്തെത്തിയത്. ശാരീരികമായി അവർ വല്ലാതെ തളർന്നിരുന്നു. ഒടുവിൽ ഒരുവിധം ആ ഗുഹയ്ക്ക് പുറത്തെത്തിയപ്പോഴേക്കും സമയം രാത്രി 7 മണിയായി. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് തികച്ചും വ്യത്യസ്തമായ, അറിയപ്പെടാത്ത ഒരു പുതിയ ലോകമായിരുന്നു. പുറത്തെത്തി അവർ കണ്ടത് അസാധാരണ വലിപ്പമുള്ള കൂറ്റൻ മരങ്ങളാണ്. രാത്രിയുടെ ഇരുട്ടിനൊപ്പം മഴയും ആ വലിയ മരങ്ങളുടെ നിഴലുകളും കൂടിയായപ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ക്ഷീണം കാരണം ആ രാത്രി അവിടെ തന്നെ തമ്പടിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അപ്പോ നമ്മുടെ മുന്നിലിപ്പോ അവശേഷിക്കുന്നത് ഈയൊരു വലിയ ചോദ്യമാണ്. ലോകത്തിന് തീർത്തും അപരിചിതമായ, മനുഷ്യസ്പർശമേൽക്കാത്ത ഈ ഭീമാകാരമായ കാട്ടിൽ നാളെ അവർ നേരിടാൻ പോകുന്ന പുതിയ വെല്ലുവിളികൾ എന്തൊക്കെയാകും? ആ കാട് എന്തൊക്കെ അത്ഭുതങ്ങളാകും അവർക്കായി കാത്തുവെച്ചിട്ടുണ്ടാവുക? തീർച്ചയായും അതറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാകുമെന്നെനിക്കറിയാം. ഇന്നത്തെ ഈ വിശകലനം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ ഒപ്പം ചേർന്നതിന് വലിയൊരു നന്ദി. ഈ യാത്രയിലെ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.